ഞായറാഴ്ച രാത്രിയിലെ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഇവർക്ക് ഇപ്പോഴും ഭീതിയാണ്. തങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിതച്ച ഭീകരത വിശദീകരിക്കുമ്പോൾ പലരുടെയും വാക്കുകളിൽ നിസ്സഹായത തെളിയുന്നു. അടിവെച്ചവര് അങ്ങോട്ട് പോയി. പിന്നെ പോലീസുകാർ വന്നാണ്. ഞങ്ങൾ തീരമൈത്രിൻ്റെ ഗ്രൂപ്പുകാരാണ്. ഞങ്ങൾ ഇതിനൊക്കെ എറിഞ്ഞ് ചില്ലി പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ബോർഡൊക്കെ മുറിച്ചിട്ട് വണ്ടിയൊക്കെ തമർത്തിൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയൊക്കെ ചതിച്ചിട്ടിക്കാണ്. പുരുഷന്മാരെ പിടികൂടാൻ കഴിയാത്തതിന്റെ അരിശം സ്ത്രീകളോട് അസഭ്യം പറഞ്ഞു പോലീസ് സംഘം തീർത്തുവെന്നാണ് പരാതി. പൊളിക്കാൻ കഴിയാണ്ട് ഇരുമ്പിന്റെ വടി കൊണ്ട് കുത്തി പൊളിച്ച് ഇത് ഓടിയിട്ട് വേണം അഞ്ചെട്ട് കുട്ടികളെ ഭാര്യനെ പോറ്റണമെങ്കിൽ. അങ്ങനത്തെ ഈ അക്രമമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രായം ചെന്ന സ്ത്രീകൾ മാത്രമുള്ളിടത്തും പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായാണ് ആക്ഷേപം. ഇത് ഞാൻ അസുഖക്കാരിയാണ്. എൻ്റെ ഭർത്താവ് കിഡ്നീൻ്റെ ഓപ്പറേഷൻ ചെയ്ത എവിടെ ഉണ്ട് കിഡ്നീൻ്റെ ഓപ്പറേഷൻ ചെയ്തെന്നും പറഞ്ഞാൽ നാട് വിട്ട് വിടലാണ്ടി വിടടിങ്ങട്ട് ഇറക്കടിങ്ങട്ടെന്നും പറഞ്ഞൊരു തെറിയില്ല. പോലീസ് രാഷ്ട്രീയ ഗുണ്ടകളെ പോലെ പെരുമാറിയതായി ലീഗും ആരോപിക്കുന്നു. ഇതുപോലെയുള്ളൊരു ക്രൂരത ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, CPM പ്രവർത്തകന്മാർ ഒരു ഭാഗത്തും അവരോടൊപ്പം നിന്നുകൊണ്ട് പോലീസുകാരും വളരെയേറെ അക്രമം കാണിച്ച വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അനീതി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. രാഷ്ട്രീയ സംഘർഷമുണ്ടായ താനൂരിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ടതിനു പകരം പോലീസ് നടത്തിയത് അക്രമവും തേർവാഴ്ചയും. 3 കിലോമീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾ തല്ലിത്തകർത്തത് പോലീസാണെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. നിയമം പാലിക്കേണ്ടവർ നിയമം കയ്യിലെടുത്തുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. താനൂരിൽ നിന്നും സഞ്ജു പൊറ്റമലിനൊപ്പം KR സജു, മീഡിയ 1.